ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യമാണ് ഈ വലിയ നോമ്പിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ ചിന്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇപ്പം ക്രൈസ്തവ ജീവിതം നയിക്കുന്ന എല്ലാവരും തന്നെ ആവർത്തിച്ച് കേട്ട് ആവർത്തന വിരസത അനുഭവപ്പെടുന്ന ഒരു വാക്യമാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം. അപ്പോൾ ഈ വാക്യം തിരഞ്ഞെടുക്കുവാൻ പ്രധാനമായിട്ടുമുണ്ടായ ഒരു കാരണം, ഈ വലിയ നോമ്പ് ആരംഭിച്ച് വലിയ നോമ്പിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ സാമൂഹ്യ ജീവിതം നയിക്കുന്ന നമ്മെ ഏറെ സങ്കടപ്പെടുത്തുന്ന, നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് അനുദിനം കേൾക്കേണ്ടി വന്നത്. ഏറ്റുമാനൂർ റെയിൽവേ ട്രാക്കിൽ ഒരു വീട്ടമ്മ 2 പെൺമക്കളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ റെയിൽവേ ട്രാക്കിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചു. ആത്മഹത്യ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം BSc നേഴ്സിംഗ് പാസ്സായി കുടുംബ ജീവിതം നയിച്ചിരുന്ന ആ വീട്ടമ്മ കത്തോലിക്ക സഭയിലെ ഒരംഗമായിരുന്നു. അർഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി എല്ലാ വാതിലുകളും മുട്ടി. അങ്ങനെ എല്ലാ വാതിലുകളും സഭ അടച്ചു കഴിഞ്ഞപ്പോൾ ജീവിത മാർഗത്തിന് വേറെ യാതൊരു വഴിയുമില്ലെന്ന് കണ്ട് വീട്ടമ്മ 2 പെൺമക്കളെ മാറോട് ചേർത്ത് പിടിച്ച് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യക്ക് തയ്യാറാവുകയാണ് ചെയ്തത്. രണ്ടാമത് നമ്മൾ കേട്ടത് വൃക്കരോഗ വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തനായ വൃക്കരോഗ വിദഗ്ധനായ ഡോക്ടർ ജോർജ് പി എബ്രഹാം 74-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു. ഡോക്ടർ ജോർജ് പി എബ്രഹാം യാക്കോബായ സുറിയാനി സഭയിലെ ഒരു വലിയ മൽപ്പാനായിരുന്ന, ശ്രേഷ്ഠ വൈദികനായിരുന്ന പളത്തുള്ളിൽ എബ്രഹാം കോറപ്പിസ്കോപ്പായുടെ മകനായിരുന്നു. ചെറുപ്രായം മുതൽ ആ പിതാവിൽ നിന്ന് കേട്ട് പഠിച്ചത് എല്ലാം മറന്ന്, പ്രത്യേകിച്ച് ആത്മീയതയുടെ കലവറയായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഡോക്ടർ പ്രശസ്തി നേടി, സമ്പത്ത് നേടി. അങ്ങനെ എല്ലാം അധികമായപ്പോൾ സമ്പത്തും പ്രശസ്തിയും അതിൻ്റെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജീവിത മാർഗമില്ലാഞ്ഞിട്ടല്ല, എല്ലാ സൗകര്യങ്ങളും അധികമായി കഴിഞ്ഞപ്പോൾ മാനസികമായ പക്വത 74-ാമത്തെ വയസ്സിലും ആർജിക്കുവാൻ കഴിയാതെ ലോക പ്രശസ്തനായ വൃക്കരോഗ വിദഗ്ധനായ ഡോക്ടർ ഒരു ചാൻ കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. അപ്പം മേൽപ്പറഞ്ഞ 2 പേരും അനുകരണീയമല്ലാത്ത ഒരു മാതൃകയാണ് സമൂഹത്തിന് നൽകിയത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും വിവരവും എല്ലാ നിലയിലും സമൂഹം ബഹുമാനിച്ചിരുന്ന ഒരു ഡോക്ടർ ഒരു കാരണവശാലും അനുകരിക്കുവാൻ സാധ്യമാകാത്ത ഒരു മാതൃക വെച്ച് തന്ന് സ്വയം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ, ഇതെല്ലാം കണ്ടും കേട്ടും നൊമ്പരപ്പെട്ട് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്ന സന്ദർഭത്തിലാണ് മറ്റൊരു വലിയ വേദന അനുഭവപ്പെടുന്ന മരണവാർത്ത കേൾക്കേണ്ടി വന്നത്. യാക്കോബായ സുറിയാനി സഭയുടെ വൈദികരെ പരിശീലിപ്പിക്കുന്ന സെമിനാരിയിൽ സഞ്ജു എന്ന് പറയുന്ന 3-ാം വർഷ വിദ്യാർത്ഥി
26 വയസ്സ് മാത്രമാണ് പ്രായം. ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹൃദ്രോഗമാണ് കാരണമായിട്ട് പറയുന്നത്. രാവിലെ സഞ്ജു മരിച്ച് കിടക്കുന്നതായിട്ടാണ് സഹപ്രവർത്തകർ കാണുന്നത്. അപ്പോൾ സഞ്ജു നല്ലൊരു ഗായകനായിരുന്നു, പ്രസംഗകനായിരുന്നു. വൈദിക സെമിനാരിയിലെ 3-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. സഞ്ജുവിൻ്റെയും സഹപ്രവർത്തകരുടെയും അധ്യാപകരുടെയും കണ്ണാറ പള്ളി ഇടവകയിലെയും ദേശത്തിൻ്റെയും എല്ലാവരുടെയും സ്വപ്നങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് സഞ്ജു ഈ ലോകത്ത് നിന്ന് വേർപെട്ടു. സഞ്ജുവിൻ്റെ അകാല വേർപാട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരിക്കൽ കൂടി പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം. അപ്പം മരണം എന്നത് മനുഷ്യൻ്റെ അനുഭവമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരാൻ ശ്രമിച്ചതാണ് മനുഷ്യൻ്റെ പാപ കാരണമായി അല്ലെങ്കിൽ പതന കാരണമായി തിരുവചനം ചൂണ്ടിക്കാണിക്കുന്നത്. മരണമെന്നത് മനുഷ്യൻ്റെ അനുഭവമാണെന്ന് യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സഞ്ജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ വൈദിക വിദ്യാർത്ഥി, ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനിയുടെ ഖബറടക്ക ശുശ്രൂഷയിൽ 2 ശമ്മാശന്മാരുടെ ഒപ്പം നിന്ന് അതിമനോഹരമായി ഗാനം ആലപിക്കുന്ന കാഴ്ച വീഡിയോയിലൂടെ സഭയെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ കണ്ടതാണ്. ആ സഞ്ജുവിൻ്റെ ആകസ്മികമായ മരണം സഞ്ജുവിനെ മാത്രമല്ല, ഒരു ഭാവി വൈദികനെ നഷ്ടപ്പെട്ടു എന്ന ചിന്തയിൽ ജീവിക്കുന്ന എല്ലാവരെയും മാനസികമായി തളർത്തി. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന ഈ തിരുവചന ഭാഗം ഇന്നത്തെ ചിന്താ വിഷയമാക്കിയത്. അമേരിക്കയിലെ ഒരു സുവിശേഷ വേലക്കാരനായിരുന്നു റിച്ചാർഡ് WD. അദ്ദേഹത്തിൻ്റെ പിതാവ് ഗാർഫീൽഡ് പാർക്ക് സെമിത്തേരിയിലെ ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു. അപ്പോൾ റിച്ചാർഡ് അനേകം ശവസംസ്കാര ചടങ്ങിൽ സ്വന്തം പിതാവിനോടൊപ്പം ആ സെമിത്തേരിയിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ സംബന്ധിച്ച അനുഭവത്തിൽ നിന്ന് റിച്ചാർഡ് എഴുതിയ ഒരു സംഭവമാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ ഒരു പുരോഹിത ദമ്പതികളുടെ ഏക മകൾ കാർ അപകടത്തിൽ മരിച്ചു. വളരെ നാൾ പ്രാർത്ഥിച്ച് നോമ്പാചരിച്ച് ഉപവസിച്ച് വഴിപാടുകൾ കഴിച്ചതിന് ശേഷം ലഭിച്ച ഒരു കുട്ടിയായിരുന്നു മരണപ്പെട്ടത്. അപ്പോൾ കുട്ടിയുടെ മൃതദേഹം കാണുവാൻ നിരവധി ആളുകൾ സെമിത്തേരിയിൽ എത്തി. പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെ ഏക മകളാണ് കാർ അപകടത്തിൽ മരിച്ചത്. ഇടവകയിലെയും ദേശത്തെയും മുഴുവൻ ആളുകളും ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സെമിത്തേരിയിൽ എത്തി. അപ്പോൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം, കനത്ത നിശബ്ദത. ഒടുവിൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ കണ്ണീർ വാർത്തുകൊണ്ട് നനഞ്ഞ കണ്ണുകളോടുകൂടി ഹൃദയസ്പർക്കായ വിധം കുട്ടിയുടെ പിതാവും കൂടിയായ വൈദികൻ ഇപ്രകാരം പറഞ്ഞു, ഗുഡ് നൈറ്റ് ഡാർലിംഗ്, വി വിൽ മീറ്റ് യു ഹെവൻ, വി ലവ്ഡ് യു സോ മച്ച്, ബട്ട് ജീസസ് ലവ്ഡ് യു മോർ. ഇത് പറഞ്ഞത് ഒരു വൈദികനാണ്. വൈദികൻ്റെ എല്ലാമായിരുന്ന ഏക മകൾ മരിച്ച് ആ ശവസംസ്കാര ശുശ്രൂഷയുടെ അന്ത്യഘട്ടത്തിൽ
ഏകമകൾക്ക് അന്ത്യ ചുംബനം നൽകിക്കൊണ്ട് ഒരു വൈദികൻ അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളാണ്, ഗുഡ് നൈറ്റ് ഡാർലിംഗ്, വി വിൽ മീറ്റ് യു ഹെവൻ, വി ലവ്ഡ് യു സോ മച്ച് ബട്ട് ജീസസ് ലവ്ഡ് യു മോർ. അപ്പം മരിച്ചവർ നിത്യ ശൂന്യതയിലേക്ക് പോകുന്നില്ല എന്ന ഈ സത്യമാണ് ആ പുരോഹിതൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. മരിച്ചവർ നിത്യ ശൂന്യതയിലേക്ക് പോകുന്നില്ല എന്ന ഈ സത്യമാണ്, ആ പ്രത്യാശയാണ്, ധൈര്യമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതുകൊണ്ടാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചെടുത്തത്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പം മരണമെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ അവസാനമല്ല എന്ന് ഈ പുരോഹിതൻ്റെ വാക്കുകളും അനുഭവങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നമ്മുടെ എല്ലാമായിരുന്ന ഒരപ്പത്തിൻ്റെ അംശിയായിരുന്ന സഞ്ജുവിൻ്റെ ആ വൈദിക വിദ്യാർത്ഥിയുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചുമിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ആ സഞ്ജു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വേർപാടിൽ വേദനിച്ചിരിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.